ഇത് കണ്ടോ, ഇത്രയും വലിയ പെട്ടി എന്താണെന്ന് വിചാരിക്കും. ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രെഡ് മിൽ, നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു ത്രെഡ് മില്ലാണ്. അപ്പൊ ഇതിന്റെ അൺബോക്സിംഗ് ആണ്. പവർ മാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ത്രെഡ് മില്ലാണ്. ഇത് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണാം. വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ത്രെഡ് മിൽ. ഇത് പോത്തമാണ് കേട്ടോ. ആവശ്യം കഴിഞ്ഞ് മടക്കി കട്ടിലിനടിയിലൊക്കെ സൂക്ഷിച്ചൊക്കെ വെക്കാം. അങ്ങനത്തെ ഇതൊക്കെ എന്താണെന്നില്ല. എന്താ കേബിൾ, DC മോട്ടറാണ് കേട്ടോ ഇതിനകത്തിരിക്കുന്നത്. ഇതിന് വാറണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലത്തെ വാറണ്ടി. ഇതിനകത്ത് DC മോട്ടറിന് 1 കൊല്ലത്തെ വാറണ്ടി. പിന്നെ ഫ്രെയിമിന് ലൈഫ് ലോങ് വാറണ്ടി ഉണ്ട്. 10 കൊല്ലം വരെയൊക്കെ വാറണ്ടി ഉണ്ട്. അപ്പൊ നമുക്കിത് വെളിയിലെടുക്കാൻ എനിക്ക് സഹായം വേണ്ടി വരും. വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് കാരണം ഇത് വെളിയിലെടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സഹായിയുടെ ആവശ്യം വരും. അപ്പോൾ നമ്മളെ കവറൊക്കെ മാറ്റിയിട്ടുണ്ട് ത്രെഡ് മില്ലിന്റെ. അതിനകത്തിരുന്ന സാധനങ്ങളാണ് കേട്ടോ. 2 സ്ക്രൂ, അതിവിടെ ടൈറ്റ്, 2 സൈഡിലായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം റിമോട്ട്, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള റിമോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലൂബ്രിക്കൻ്റ് ഓയിൽ വെച്ചിട്ടുണ്ട്, മെഷീനിൽ ഒഴിക്കാനായിരുന്നു. അത് എവിടെ ഒഴിക്കണം എന്നറിയില്ല, വെച്ചിട്ടുണ്ട് ലൂബ്രിക്കൻ്റ്. പിന്നെ യൂസർ മാനുവലും വാറണ്ടി കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വാറണ്ടി പറഞ്ഞേക്കുന്നത് ഈ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, ഫ്രെയിമിനൊക്കെ ആയിട്ട് 10 കൊല്ലത്തെ വാറണ്ടിയും പിന്നെ മോട്ടറിന് 1 കൊല്ലത്തെ വാറണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള വാറണ്ടി കാർഡ് വെച്ചിട്ടുണ്ട്. യൂസർ മാനുവൽ ഇതെങ്ങനെയാണെന്ന്. പിന്നെ ഇത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഇതിന് 10-23 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തോണ്ട് പോകാനായിട്ട് ഇവിടെ വീല് വെച്ചിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ 2 സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതാണ്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റാൻഡ് അടിയിലുണ്ട്. പിന്നെ ഇതാണ് ബീം കേട്ടോ. നമുക്കിതപ്പോ റെഡിയാക്കിയല്ലോ. ഇവിടെ പവർ ബട്ടൺ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിലൂടെ കുപ്പ. അപ്പൊ നമ്മുടെ ഹാൻഡില് ഇങ്ങനെ ആദ്യം വെക്കണം. ഇതിപ്പോ ഞാൻ ഹൈറ്റ് പൊക്കി വെച്ചേക്കും കേട്ടോ. ഇതെന്റെ സ്ക്രൂ ഉണ്ടെന്ന് പറഞ്ഞത്, അത് നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങോട്ടാണ് 2 മില്യം, 2 സ്ക്രൂവാണ്. ഒരു സൈഡ് ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് ടൈറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട് കേട്ടോ. നമ്മളെ മൊബൈലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ഹോൾഡർ. ഇങ്ങനെ വെച്ച് മൊബൈൽ ഹോൾഡർ. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ. ഇനി വേറെ ഒന്നും ഇല്ലല്ലോ, ഇല്ല കഴിഞ്ഞു. ഇനി ഓൺ ചെയ്യാനായിട്ട് ഇങ്ങോട്ടില്ല, സ്വിച്ച് ഓൺ ചെയ്യാണ്. ഇവിടെ പവർ ബട്ടൺ, ഇത് ഓൾറെഡി മെഷീൻ വന്ന് ഓൺ ചെയ്തിട്ടതാണ്. ഇവിടെ റെഡ് ലൈറ്റ് കത്ത് ഓണാകുമ്പോൾ കയറി നിന്നിട്ട് നോക്കാം. പവർ ബട്ടൺ ഞെക്കി ഒരു 3 സെക്കൻഡിനുള്ളിൽ ഓൺ ആകട്ടോ. ഇത് നടന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത്
സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അത് നമുക്ക് പ്ലസ് കൊടുത്തു. ഇതിപ്പോൾ 10-ലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണേ. 15, 14, 17 നമുക്ക് വേണ്ട സ്പീഡിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നടക്കാം. ഇതിപ്പോൾ 21-ലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ 10-ലല്ല കിടക്കുന്നത് കേട്ടോ. 1.0 ഇവിടെ നിന്ന് നോക്കിയപ്പോൾ 10 തോന്നില്ല. 1 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം 3 കിടക്കുന്നത്. ഇതിപ്പോൾ മാക്സിമം എത്ര കിലോമീറ്റർ? 5 കിലോമീറ്റർ 10 കിലോമീറ്റർ വരെ എത്തിക്കാൻ പറ്റും. ഇതിപ്പോൾ 3-ലായിട്ട് നടന്നുകൊണ്ടിരിക്കണേ. ആണെങ്കിൽ ഇനി സ്പീഡ് കൂട്ടാം. അപ്പോഴത്തേക്ക് ഇത് അവിടെ കണ്ടില്ലേ ലൈറ്റ് മാറി മാറി വരും. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇതിപ്പോൾ 3 കണ്ടോ 4-ലൊക്കെ ആകുമ്പോൾ സ്പീഡ് കൂടുമ്പോഴത്തേക്കും ആ ബ്ലൂ ലൈറ്റ് കണ്ടോ ഗ്രീനായി കണ്ടോ. അപ്പോൾ ആദ്യം ഇത് ബ്ലൂ ലൈറ്റിലായിരുന്നു ചെറിയ സ്പീഡിൽ. അപ്പോൾ സ്പീഡ് കൂട്ടി ഞാനിപ്പോൾ ഒരു 4 ലക്ഷം ഇട്ടപ്പോഴത്തേക്കും ഗ്രീൻ ലൈറ്റ് കൂടെ വന്നു വരും. സ്പീഡ് കൂടുന്നതനുസരിച്ച് ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞ ആ ലൈൻ ഇങ്ങനെ മാറി മാറി തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 4-ലാണ് കേട്ടോ ഇട്ടേക്കണം. 4.0 4 കിലോമീറ്ററാണ് തോന്നുന്നത് ഉദ്ദേശിക്കുന്നത്. അതിലിരുന്ന് ഇട്ട് നടന്നുകൊണ്ടിരിക്കണേ. നടന്ന് കിതച്ചു തുടങ്ങി. അപ്പോൾ ഇത് ഇവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ അരമണിക്കൂർ ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും ഉപയോഗിക്കാം. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ ഒത്തിരി നേരം പറ്റില്ല. അരമണിക്കൂറേ പറഞ്ഞിട്ടുള്ളൂ. അരമണിക്കൂർ നടക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് തോന്നിയത് കറണ്ട് പോലും സഡനായിട്ട് കറണ്ട് പോകുമല്ലോ. കറണ്ട് പോകുന്ന സമയത്ത് ഇതങ്ങ് നിൽക്കും. നമ്മളെ ഈ സ്റ്റാൻഡിൽ എപ്പോഴും പിടിച്ച് തന്നെ നിൽക്കണം. പെട്ടെന്നൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ സഡനായിട്ട് ഇങ്ങനെ ആഞ്ഞങ്ങ് നിൽക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ ഒരു UPS ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ കറണ്ട് പോകുമ്പോഴും ആ പ്രശ്നം വരില്ലല്ലോ. ഇതിപ്പോൾ നമ്മുടെ UPS ഒന്നുമില്ല. അപ്പോൾ സഡനായിട്ട് കറണ്ട് പോകുമ്പോഴത്തേക്കും ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം. പെട്ടെന്ന് വലുതായിട്ട് വീഴത്തൊന്നുമില്ല. ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ ഒരു നിൽപ്പങ്ങൾ ഇട്ടു. അല്ലാത്ത പക്ഷം ഓക്കെയാണ്. നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ നടക്കാം. കൊള്ളാം, നല്ല സാധനം കേട്ടോ. പിന്നെ ഇവിടെ മൊബൈൽ പോയിട്ട് മൊബൈലൊക്കെ വെച്ച് സിനിമയും പാട്ടൊക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഞാനൊരു 10-20 മിനിറ്റോളം നടന്ന് കിടച്ചു തുടങ്ങി. അപ്പോൾ ഇത് ഓഫ് ചെയ്യണം ഞങ്ങൾ നമുക്ക് നോക്കാം. ഇത് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഇതിപ്പോൾ 4.0 4 കിലോമീറ്ററിലാണ് ഒന്ന് നടക്കുന്നത്. പിന്നെ ഇതിനകത്ത് കാലറിയും നടന്ന ഡിസ്റ്റൻസ് ഒക്കെ കാണിക്കും. പക്ഷെ അതിപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസമായിട്ട് ഇത് എവിടെ കാണിക്കുന്നതെന്ന് അറിയില്ല. പിന്നെ ഇവിടെ മെമ്മറി ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം പ്രോഗ്രാം. അതനുസരിച്ച് ഇത് വർക്കാവും. നമുക്കിത് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ പവർ ബട്ടൺ നിൽക്കുമ്പോഴത്തേക്കും സ്പീഡ് കുറഞ്ഞ് ഓഫാവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പവർ ബട്ടൺ കൊടുക്കാം. കണ്ടോ കുറഞ്ഞ് നിന്ന് 0. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. പിന്നെ ആ ഓയിൽ തന്നെന്ന് പറഞ്ഞില്ലേ, അതാ ഈ ബെൽറ്റിനടിയിൽ ഒഴിച്ച് കൊടുക്കാനുള്ള ലൂബ്രിക്കൻ്റാണ് കേട്ടോ. ഇതിപ്പോൾ അല്ല, കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോഴത്തേക്കും ഒഴിക്കാനുള്ളതാണ് ഓയിൽ. പിന്നെ ഇത് പറഞ്ഞല്ലോ പോർട്ടബിളാണ്. നമുക്കിത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ക്രൂ ഊരിയിട്ട് മടക്കി കട്ടിലിനടിയിലോ സെറ്റിയുടെ അടിയിലോ ഒക്കെ വെക്കാം. ഇവിടെ ഇങ്ങനെ വെച്ച് അത്രയും സ്ഥലം കളയണമെന്നില്ല. മടക്കി കട്ടിലിനടിയിൽ വെക്കാം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ത്രെഡ്മില്ലിൻ്റെ റിവ്യൂ വരാറായില്ല. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉപയോഗിച്ചിട്ട് ഓക്കെയാണ്. കറണ്ട് പോകുമ്പോൾ സഡനായിട്ട് ഇങ്ങനൊരു ആഞ്ഞൊരു നിൽക്കും. അത്രയേ ഉള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴിയെ പറയാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. കിതച്ചു പോയി നടന്ന്